17,000-ഓളം മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു കിഴക്കൻ യൂറോപ്യൻ രാജ്യമാണ് മൾഡോവ. കൂടുതലായും ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ താമസിക്കുന്ന ഈ രാജ്യത്തിൽ മുസ്ലിങ്ങൾ ഒരു ന്യൂനപക്ഷമാണ്. എങ്കിലും ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് കേന്ദ്രീകൃതമായ ഒരു സംഘടനയും ഒരു ആത്മീയ നേതൃത്വവുമുണ്ട്. ഇസ്ലാമിക് ലീഗ് ഓഫ് മൾഡോവ എന്ന NGO മൾഡോവയിലെ ജസ്റ്റിസ് മിനിസ്ട്രി അംഗീകരിക്കുകയും ഇപ്പോൾ മൾഡോവയിലെ മുസ്ലിങ്ങളുടെ നേതൃസ്ഥാനത്തുള്ള സംഘടനയായി കണക്കാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാം മതത്തിന് ഇത്തരത്തിൽ ഒരു അംഗീകാരം നൽകുന്നതിന് മൾഡോവയിലെ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ എതിരാണെങ്കിലും അവരുടെ പ്രതിഷേധം ഗവൺമെന്റ് വകവച്ചില്ല. അങ്ങനെയാണ് ഇസ്ലാം മതത്തിന് മൾഡോവയിൽ അംഗീകാരം ലഭിച്ചത്. മൾഡോവയിലെ മുസ്ലിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും തലസ്ഥാന നഗരിയായ കിഷിനാവുവിൽ തന്നെയാണ് താമസിക്കുന്നത്. 1000-ഓളം മുസ്ലിങ്ങൾ കിഷിനാവു നഗരത്തിൽ താമസിക്കുന്നുണ്ട്. കേരളത്തിന്റെ തുല്യ വലിപ്പമുള്ള ഒരു രാജ്യമാണ് മൾഡോവ. 25 ലക്ഷമാണ് ഈ രാജ്യത്തിലെ ജനസംഖ്യ. ഇന്ത്യയേക്കാൾ 50% ആളോഹരി വരുമാനം കൂടുതലാണ് മൾഡോവയിൽ. എങ്കിലും യൂറോപ്പിലെ പിന്നോക്ക രാജ്യങ്ങളിലൊന്നായി ഈ രാജ്യത്തെ കണക്കാക്കുന്നു. അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് വിസ കിട്ടുവാൻ എളുപ്പമുണ്ട്. കാർഷിക പ്രധാനമായ ഒരു രാജ്യമാണ് ഇപ്പോഴും മൾഡോവ. എങ്കിലും തുണി ഉൽപ്പന്നങ്ങളും സ്പോർട്സ് ഉപകരണങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ധാരാളം വൈനും ഉൽപ്പാദിപ്പിക്കുന്നു. വൈൻ കയറ്റുമതി ചെയ്യുന്നുമുണ്ട്. കൊല്ലത്തിൽ 300 ദിവസം നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന മൾഡോവയിൽ വൈൻ തോട്ടങ്ങൾ ഉണ്ടാക്കുവാൻ എളുപ്പമാണ്. റൊമാനിയക്കും ഉക്രൈനും റഷ്യക്കും ഇടയിലാണ് മൾഡോവയുടെ സ്ഥാനം. പണ്ട് റഷ്യയുടെ ഒരു സംസ്ഥാനമായിരുന്നു. ഇപ്പോഴും റഷ്യക്ക് മൾഡോവയെ തങ്ങളുടെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. മൾഡോവയിലെ ക്രിസ്ത്യാനികൾ ഓർത്തഡോക്സ് വിഭാഗത്തിലായതുകൊണ്ടും ഈ സഭയുടെ നേതൃപദവിയുള്ള പുരോഹിതന്മാർ പലരും റഷ്യയിലായതുകൊണ്ടും മൾഡോവയിൽ സ്വാധീനം ചെലുത്താൻ റഷ്യക്ക് എളുപ്പമുണ്ട്. മൾഡോവയിലെ റഷ്യയുടെ എംബസിയിൽ ചാരപ്രവർത്തനം നടത്തുന്നതിനുള്ള ഉപകരണങ്ങൾ കണ്ടുപിടിച്ചതിനെ തുടർന്ന് 45 റഷ്യൻ നയതന്ത്ര പ്രതിനിധികളെ ഇതിനിടയ്ക്ക് മൾഡോവ പുറത്താക്കുകയുണ്ടായി. എങ്കിലും ഇപ്പോഴും മൾഡോവയുടെ മീതെ ആധിപത്യം നേടുവാനുള്ള റഷ്യയുടെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. റഷ്യയുടെ എനർജിയെ ആശ്രയിച്ചാണ് മൾഡോവ കഴിയുന്നത്. അതുകൊണ്ട് ഈ തരത്തിലും റഷ്യക്ക് മൾഡോവയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പറ്റും. മൾഡോവയുടെ തലസ്ഥാനമായ കിഷിനാവുവിൽ 8 ലക്ഷം ജനങ്ങൾ താമസിക്കുന്നു. ചെലവ് ചുരുങ്ങിയ ടൂറിസത്തിന് അറിയപ്പെടുന്ന ഒരു കിഴക്കൻ യൂറോപ്യൻ ഡെസ്റ്റിനേഷനാണ് മൾഡോവയുടെ തലസ്ഥാനമായ കിഷിനാവു. പുഷ്കിൻ മെമ്മോറിയലും മിലിറ്ററി മ്യൂസിയവും കത്തീഡ്രൽ പാർക്കും ബൊട്ടാണിക്കൽ ഗാർഡനും വില്ലേജ് മ്യൂസിയവും സോവനിയർ മ്യൂസിയവും ഓപ്പറ ഹൗസും ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു. കിഷിനാവു നഗരത്തിലെ ഗാൽബനൂസ് റെസ്റ്റോറന്റ് അലക്സാണ്ടർ പുഷ്കിൻ തെരുവിലാണ്. ഇവിടെ ഭക്ഷ്യവസ്തുക്കൾ തൂക്കിയിട്ടാണ് വില കണക്കാക്കുന്നത്. അതുകൊണ്ട് ആവശ്യമുള്ള അത്ര 100 ഗ്രാമോ 50 ഗ്രാമോ കഴിച്ച് അതിന് തക്കതായ വില കൊടുത്താൽ മതി എന്ന പ്രത്യേകതയുണ്ട്. അതുപോലെ കാന്റീന റെസ്റ്റോറന്റ് ACM യൂണിവേഴ്സിറ്റിയുടെ അടുത്താണ്. മികച്ച മൾഡോവൻ വിഭവങ്ങൾ ഇവിടെ ലഭിക്കുന്നു. അതുപോലെ സ്റ്റാർ കബാബ് റെസ്റ്റോറന്റ് ഒരു ഫാസ്റ്റ് ഫുഡ് ചെയിനാണ്. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും അവർക്ക് ബ്രാഞ്ചുകളുണ്ട്. കബാബും ഫലാഫലുമാണ് കൂടുതലായി ഇവിടെ ലഭിക്കുന്നത്. അതുപോലെ ആൻഡീസ് പിസ്സ റെസ്റ്റോറന്റ് അലക്സാണ്ടർ പുഷ്കിൻ തെരുവിലാണ്. അതുപോലെ ലാ തൈഫാസ് റെസ്റ്റോറന്റ് ഭൂമിക്കടിയിലുള്ള ഒരു സെല്ലാറിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് മെനുവും കൊടുക്കാറുണ്ട്. കിഷിനാവു നഗരത്തിലെ റെട്രോ മൾഡോവ ഹോസ്റ്റൽ ചുരുങ്ങിയ ചെലവിലുള്ള അക്കോമഡേഷൻ നൽകുന്നു. ഒരു രാത്രിക്ക് 1000 രൂപയാണ് ഡോർമെറ്ററി ബെഡിന് ചാർജ് ചെയ്യുന്നത്. അതുപോലെ ടാപ്പോക്ക് ഹോസ്റ്റൽ ഒരു രാത്രിക്ക് 800 രൂപ ചാർജ് ചെയ്യുന്നു. കിഷിനാവു നഗരത്തിലെ അന്തർദേശീയ വിമാനത്താവളം യൂറോപ്പിലെ മറ്റ് നഗരങ്ങളുമായി കണക്ട് ചെയ്യുന്നു. എയർ ബാൾട്ടിക്, ടർക്കിഷ് എയർലൈൻസ് എന്നിവയാണ് ഇവിടെ കൂടുതലായി സർവീസ് നടത്തുന്നത്.